ഹായ്. ഡിജി ലോക്കർ ആപ്പിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് എല്ലാം എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് വീഡിയോ. നമുക്ക് ആദ്യം ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്നും. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് നമുക്കത് മുന്നോട്ട് പോകാം. ആദ്യമായി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്താൽ നമുക്കൊരു OTP വെരിഫിക്കേഷൻ വരും. ആ OTP നമ്പർ നമ്മളിവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു സെക്യൂരിറ്റി പിൻ സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് വിൻഡോ. ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്താൽ ഇഷ്യൂ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻ്റ് നമ്മുടെ ആധാർ വെച്ച് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, വണ്ടിയുടെ ലൈസൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതിന് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ക്ലിക്ക് ചെയ്ത് RC രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ എൻ്റർ ചെയ്താൽ ഗെറ്റ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇതിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അതിൽ പറയുന്ന ഫോർമാറ്റ് പോലെ എൻ്റർ ചെയ്താൽ നമുക്ക് ഗെറ്റ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ചില ഇൻഷുറൻസ് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരികയില്ല. അത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വിൻഡോയിൽ പോയി വീണ്ടും ആഡ് ചെയ്യാം. ഇതിൽ കാണുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് ഗെറ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കുക. വരുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഏത് കമ്പനി ആയിട്ടാണോ ആ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക. ഇനി ഇന്ത്യ ഇൻഷുറൻസ് ആണെങ്കിൽ അത്, അതിനുശേഷം നമ്മുടെ വണ്ടി 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻഷുർ പേപ്പറിൽ കാണുന്ന ഡീറ്റെയിൽസ്, പോളിസി നമ്പർ, കസ്റ്റമർ ID, പോളിസി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നിവ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡോക്യുമെൻറ്റ് കൊടുത്ത് നമുക്ക് ഡാറ്റ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ചെക്കിംഗ് സമയത്ത് നമുക്ക് ഇത് കാണിക്കാൻ പുതിയ നിയമപ്രകാരം വളരെ ഉപയോഗപ്രദമായ ഒരു ആപ്പാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ഇഷ്യൂ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ RC ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഡൗൺലോഡായി വന്നിരിക്കുന്നതാണ് നമുക്കിത് കാണിക്കാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ സുരേഷ്. ബൈ ബൈ.